ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കുറച്ച് ലേറ്റ് ആയി, 10 ദിവസമായി. 10 ദിവസമായി. ഞാൻ വേറെ കുറച്ച് വീഡിയോ ഒക്കെ പ്ലാൻ ഇട്ടതാണ്, അത് കുറച്ച് ഡിലേ ആയി പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ചാലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. KFC നമ്മൾ ലിസ്റ്റിന് ടിക്ക് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മെക്ഡൊണാൾഡ്സ് ആണ്. മെക്ഡൊണാൾഡ്സിൻ്റെ മെനു ഒടുക്കത്തെ വലിയ മെനു ആണ്. അത് നിങ്ങൾ എങ്ങനെ കഴിച്ചു തീർക്കുമെന്ന് എനിക്കറിയത്തില്ല. ഫുള്ളും കഴിച്ചാൽ 10,000 രൂപ, പകുതി കഴിച്ചാൽ 5,000 രൂപ, ഒന്നും കഴിച്ചില്ല എനിക്ക് 2,000 രൂപ. നല്ലൊരു ബിസിനസ് സ്ട്രാറ്റജിയാണ്. മിക്കവരൊന്നും കഴിക്കത്തില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ആട്ടാ. എന്തായാലും നമുക്കൊരാളെ തപ്പണം. ആലപ്പുഴ മെക്ഡൊണാൾഡ്സിലായിട്ട് ഞാൻ കോട്ടയം വരെ വന്നിട്ട് ചെയ്യുക. വീഡിയോ എടുത്താ ആര് വീഡിയോ വേണ്ടി വന്നായിരുന്നു. ഞാൻ അവരൊക്കെ ചോദിക്കുന്നില്ല, ഇനി നിങ്ങൾ പറയാൻ ജഡ്ജ് ചെയ്യുവാണെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഒരാളെ പിടിച്ചിട്ട് ആൾ കഴിച്ചില്ലപ്പോൾ എന്നെ വെക്കിട്ട് കയറുക നിങ്ങളെല്ലാം കൂടി. വേറൊരു ഫാൻ വരുമല്ലോ എൻ്റെ. നീ ക്രോസ് ചെയ്യടാ, നീ എന്താ ക്രോസ് ചെയ്യുന്നത്? അപ്പറ ഇപ്പറ നിന്നാൽ എങ്ങനെ ആശ തീരും നമ്മുടെ. ഹായ്. ഓ താങ്ക് യു. എനിക്ക് സ്ഥലം പരിചയമില്ല. ഹായ്. താങ്ക് യു. എന്നെ അവിടെ കണ്ടിട്ട് ഇങ്ങോട്ട് വരണമെന്ന് തോന്നുന്നു. ഇതിനെ കൊണ്ട് പറ്റുമോ ചോദിച്ചു നോക്കാം. താങ്ക് യു. ബ്രോ കഴിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ ചാലഞ്ച് ചെയ്യാതിരിക്കുക. ഒരു ചാലഞ്ച് വീഡിയോ ഒക്കെ നിൽക്കുവായിരുന്നു ഞാൻ. അങ്ങനെ പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ കുറച്ച് കഴിക്കുള്ളത്. എത്ര പ്രായം? 32. അതെന്നെ കടിച്ചേട്ടൻ. ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ വഴി വെച്ച് കണ്ട് ഞാൻ തന്നെ പിടിച്ചു നിർത്തി. എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പരിചയമില്ല സ്ഥലം ഇവിടെ വേറെ ആരെങ്കിലും കിട്ടിയില്ലെങ്കില്ലേ പിന്നെ ഒന്നും കിട്ടത്തില്ല. മെക്ഡൊണാൾഡ്സിന്റെ ഫുൾ മെനു കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ 10,000 രൂപ വരും. നല്ലൊരു ഓഫറാ. കഴിക്കണോ? നല്ല ഓഫറുള്ളൂ. കഴിച്ചില്ലെങ്കിലോ അവിടെ വേറൊരു ഓഫർ പറയാം ഞാൻ. അപ്പം പകുതിയാണ് കഴിക്കുന്നെങ്കിൽ 5,000 രൂപ വരും. ഒന്നും കഴിച്ചില്ലെങ്കിൽ 2,000 രൂപ എനിക്ക് തരണം. ഓക്കെ കേട്ടാ? ഞാൻ സ്ട്രിക്റ്റാ. ഞാൻ 2,000 മേടിക്കും. 2,000 ഇപ്പൊ കയ്യിലുണ്ടോ? 2,000 ഉണ്ട്. കയ്യിലില്ല, ഫോണിലുണ്ട്. പറ്റുവാ? ശ്രമിക്കാം. തുടങ്ങുന്നതിന് ശ്രമിക്കാൻ നമ്മളെ തീർത്തേക്കണം. എനിക്ക് ഫുഡ് അവിടെ ഫുള്ളും കഴിക്കുക, അത്ര സന്തോഷം ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ. ഞാൻ അവിടെ തോപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകല്ലേ. ശരി. വണ്ടി എടുത്തുണ്ടോ? അവിടെ പാർക്ക് ചെയ്തേക്ക്. ചേട്ടൻ എന്തായാലും വെള്ളം തെറിപ്പിച്ചിട്ട് പോയി. നമ്മളപ്പോ കോട്ടയത്തിലെ മെക്ഡൊണാൾഡ്സിലാണ് വന്നിരിക്കുന്നത്. ഈ ജില്ലയിൽ ഒരേ ഒരു മെക്ഡൊണാൾഡ്സ് ആയിരുന്നു. ഇറക്കുന്നില്ല. ഇത് കുറെ ഓർഡർ ഉണ്ടല്ലോ. ഞാൻ കുറെ ഉണ്ടെന്ന് എനിക്കറിയാം. ഇത് കുറച്ച് അധികം ഉണ്ടല്ലേ? കുറച്ച് കൂടുതലുണ്ട്. ഈ ബർഗർ തന്നെ എത്ര ഉണ്ടെന്ന് നോക്കും. ഇത്രയും ബർഗർ ഉണ്ടല്ലോ ഇവിടെ. ഏകദേശം 20 ബർഗർ ഉണ്ട്. അത് ഒരു ഓപ്ഷനിൽ മാത്രം. പൊക്കത്ത് വേറെ വാല്യൂ പാക്ക് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ടെൻഷനുണ്ട്. നമുക്കപ്പം തുടങ്ങാമല്ലേ? നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്നതിനകത്ത് കോംബോ ഓഫേഴ്സ് ഉണ്ട് ഇവിടെ, പിന്നെ വാല്യൂ ഓഫേഴ്സും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് പകരം നമുക്ക് യുണീക്ക് ആയിട്ടുള്ള ഓരോ ഐറ്റം എടുക്കാം. അതാ പിന്നെ അല്ലെങ്കിൽ കഴിച്ച് തീർക്കാൻ പറ്റത്തില്ല. അതാ നമുക്ക് ഇങ്ങനെയൊക്കെ പോകാൻ നടക്കത്തുള്ളത്. ഇത്ര സീരിയസ് ആയിട്ട് നിൽക്കുന്നത് തരുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും നമുക്ക് ഫസ്റ്റ് ബർഗർ ഓർഡർ ചെയ്യാം. ഏകദേശം 5 എണ്ണം. പിന്നെ ഓരോ സ്ഥലത്തുള്ളത് 5 എണ്ണം വെച്ച് നമുക്ക് ഓർഡർ ചെയ്യാം. പകുതി എത്രയാണെന്ന് എനിക്കൊരു ഊഹം കാണും. മഹാരാജ മാക് ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്. മഹാരാജ വെജ് ചിക്കൻ ആണെന്ന് തോന്നുന്നു. വെജ് ചിക്കൻ. അടുത്തത് മെക് ചീസ് ബർഗർ ചിക്കൻ. മെക് ചീസ് ബർഗർ വെജ്. ഇത് 4 ആയിട്ടുണ്ട്. ഗ്രിൽ ചിക്കൻ ചീസ് ബർഗർ ഇത് പറഞ്ഞാൽ ആഡ് ചെയ്യും. ഇപ്പോൾ എത്രയായി? 1 2 3 4 5 ബർഗർ ആയി. കോൺ ആൻഡ് ചീസ് ബർഗർ കൂടി ആഡ് ചെയ്തേക്കും. ചെറുതാണ് അല്ലേ? ആഡ് ചെയ്ത് എന്ത് ചിക്കൻ ഞാൻ സിംഗിൾ പീസ് എടുക്കുന്നുള്ളൂ. ബക്കറ്റൊക്കെ എടുത്താൽ മെനക്കേടായിരിക്കും. പിന്നെ ബാക്കിയുള്ളതെല്ലാം എല്ലാം സെയിം സംഭവം തന്നെ. എന്താ കുടിക്കാൻ വേണ്ടത്? കോഫി, പെപ്സി. കോഫി ഒന്നും വേണ്ടല്ലേ? പെപ്സി ആണ്. കോക്ക മീഡിയം, ലാർജ് എടുക്കും. എന്തായാലും കഴിക്കുന്ന വരത്തില്ല. ഇനി മീഡിയം മതിയോ? അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഗ്രീൻ ആപ്പിൾ ലെമൺ ഫിസ് കുടിക്കാൻ വെറുതെ രസം ടേസ്റ്റ് ഒക്കെ ചെയ്യാം. ഈ മെക്ഡൊണാൾഡ്സ് മെയിൻ സാധനം എടുത്തില്ല. ഫ്രൈസ് എടുക്കാം. ഫ്രൈസ് അപ്പോൾ എന്താ വേണം? മീഡിയം ഫ്രൈസ്, ലാർജ് ഫ്രൈസ്, റെഗുലർ ഫ്രൈസ്. അത് ചെറുതെടുക്കുക. ചിക്കൻ നഗറ്റ്സ് ചെറുതെടുക്കാം. കുഴപ്പമില്ല. 2 ഇതിപ്പോൾ ചെയ്ത് മറ്റേ റെയിൽവേയിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് അടിക്കുന്ന ആളില്ലേ, അത് ഇനി ആഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അവർ തന്നെ ചോദിക്കുന്നു. 1000 ഓർഡർ 1,800 രൂപ. കുഴപ്പമില്ല. 2 ദിവസമായിട്ട് കഴിച്ചു തീർത്താൽ മതിയോ? 2 ദിവസം? എനിക്ക് 2 ദിവസം കൊട്ടലിക്ക് പറ്റത്തില്ല. വീട്ടിൽ പോകണം. അല്ലെ അമ്മ കയറി പറയും. ഞാൻ വർക്കിലാണ്. എന്നാലും വർക്കിലാണ്. എന്നാലും കുഴപ്പമില്ലേ? ഹാഫ് ഡേ ലീവ് ആക്കേണ്ടി വരും. ഹാഫ് ഡേ ലീവിന് വേണ്ടി വിളിച്ച് പറയാൻ പോവുക. ആരും കുറേ ഉണ്ടത്. 5,000 രൂപ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ പകുതി കഴിക്കുന്നുണ്ടെങ്കിൽ. അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് വലിയ തീരുമാനമൊന്നുമില്ല. പിന്നെ ഇപ്പം എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ നടക്കുമല്ലേ, എന്തെങ്കിലുമൊക്കെ അവിടെ കൊടുക്കാമല്ലോ. എന്നാൽ പിന്നെ ഒരു 2,000 രൂപയ്ക്ക് ഓർഡർ ചെയ്യുമായിരുന്നുകൊണ്ട് എനിക്ക് കൊടുക്കുന്ന കാശ് വെറുത്തായിരുന്നു. ആ പൈസ പാഴ്സൽ വരുന്നെങ്കിൽ ബാക്കി കൊണ്ട് പോകാറില്ല.
ഞാൻ 1800 ഓർഡർ ചെയ്ത് ഒരു 200 രൂപ നഷ്ടമല്ലേ ഉള്ളു. ചെറിയ ഐറ്റം എല്ലാം വന്നു. ഞാൻ ആദ്യം ഓർത്ത് ഇനി ഇവരുടെ വല്ല കോംപ്ലിമെന്റ് ഒന്നും അല്ല, അതുകൂടെ കഴിക്കാൻ വയ്യ. കോംപ്ലിമെന്റ് ഐറ്റം ഒന്നും അല്ല, ഇതെല്ലാം നമ്മൾ ഓർഡർ ചെയ്ത ചെറിയ ഐറ്റം. ഇത് കോംപ്ലിമെന്ററി ആണ്, ഞാൻ കഴിക്കത്തില്ല. കോംപ്ലിമെന്ററിൽ കഴിക്കത്തില്ല, ഓർഡർ ചെയ്ത സാധനം മാത്രമേ കഴിക്കത്തുള്ളൂ, അല്ലെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. കഷ്ടം. ഇത് നമ്മൾ ഓർഡർ ചെയ്ത ചെറിയ ഐറ്റം. സ്റ്റാർട്ട് ചെയ്യണല്ലേ ബർഗറിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പാടുള്ളത് ആദ്യം കഴിക്കാം. എത്ര ബർഗർ? 6 ബർഗർ വരാം. എനിക്ക് മനസ്സിലാവില്ല 6 ബർഗർ എങ്ങനെ തിന്നാനാണത്. അതും മഹാരാജ ഡബിൾ പാറ്റി ബർഗർ ഒക്കെയാണ്. ബർഗർ എത്തിയിട്ട് ഓരോന്ന് വരുന്നത്. ആദ്യത്തെ 2 വന്നു, പിന്നാതെ 2. ഇത് ഫുള്ള് കഴിച്ചാലും പകുതി ആകത്തില്ല കേട്ടാ. ഓക്കേ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഒടുക്കത്തെ ഉന്മേഷത്തിലാണ്, പക്ഷെ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റത്തില്ല. ബർഗർ ഇഷ്ടമാണോ? ഇഷ്ടമല്ല. ബർഗർ ഇഷ്ടമല്ലേ? ഉണ്ടായിരുന്ന ഇഷ്ടം ഇപ്പൊ പോവും. ബർഗറിന് ലെയർ ആയിട്ട് കഴിക്കാൻ പോവാണ്. ഞാൻ ചോദിക്കുന്ന ഉത്തരത്തിനൊക്കെ റിപ്ലൈ കുറഞ്ഞു തുടങ്ങി കേട്ടാ. ഒടുക്കത്തെ ഫോക്കസ്ഡാ. ആദ്യത്തെ ബർഗർ തീർന്നു. അത് വെജാണ്, വെജ്. മോൻ ഒറ്റ കടി. ഞാൻ ഹെൽപ്പ് ചെയ്യാറില്ല കണ്ടസ്റ്റൻസ്. വളരെ മോശം സ്വഭാവം. അങ്ങനെ സെക്കൻഡ് ബർഗർ തീരാറായി. ഇതെന്ത് തോന്നുന്നു? ഫുള്ളും തീരുവാ? ഫുള്ളും തീരും. ഇത്ര നേരം ഈ കോൺഫിഡൻസ് പോകുന്നത് ഞാനും നോക്കട്ടെ. 6 മിനിറ്റ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ ബർഗർ തീർന്ന്. ഒരേ 3 മിനിറ്റ് ഒരു ബർഗർ തീർക്കുക. കുറച്ച് റെസ്റ്റ്. ഞാൻ ക്യാമറ ഇത് മാറ്റാം. ഈ ഫുഡിനൊക്കെ പൈസ കൊടുക്കാൻ സൈഡ് ഇൻകം വേണ്ടേ? അതുണ്ടായിക്കൊണ്ടിരിക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബിനോമോ എന്ന് പറഞ്ഞ ട്രേഡിംഗ് ആപ്പ് ഉണ്ട്. അതിനകത്ത് ട്രേഡ് ചെയ്യുന്നത് മഹാ സിമ്പിളാണ്. നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് കറക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിയൽ മണി ലഭിക്കും. അപ്പോൾ ഇതാണ് ബിനോമോയുടെ ആപ്പ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു ഗ്രാഫ് കാണാൻ പറ്റും. ഇത് പൊക്കത്തോട്ടാണ് താഴത്തോട്ടാണ് പോകുന്നത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് 5 സെക്കൻഡ് ട്രേഡ് ആണ്. ഈ 5 സെക്കൻഡ്. അപ്പോൾ ഗ്രാഫ് പൊക്കത്തോട്ട് പോകുമ്പോൾ നമ്മൾ ഈ പച്ചയെ നിൽക്കണം, ഗ്രാഫ് താഴത്തോട്ടാണ് പോകുന്നത് റെഡി നിൽക്കണം. ഞാൻ പറയുന്ന ഗ്രാഫ് താഴത്തോട്ട് പോകുന്നു. കഴിച്ച് എനിക്ക് പൈസ കിട്ടി 3700. ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത് ശരിയായിരുന്നു. എനിക്ക് വയ്യ. എന്നാൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതൊക്കെ സിമ്പിളാണ്. ഡെപ്പോസിറ്റ് ചെയ്യാനത് UPI ഉണ്ട്, Paytm ഉണ്ട്, Google Pay ഉണ്ട്. അങ്ങനെ എല്ലാ ഓപ്ഷനും നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഉണ്ട്. വിഡ്രോ ചെയ്യണമെങ്കിൽ സിമ്പിളാണ്. ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ട പൈസ എഴുതി കൊടുത്താൽ മാത്രം മതി. ഏറ്റവും നല്ല കാര്യം എന്ന് ബിനോമോക്കകത്ത് ട്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഡെമോ അക്കൗണ്ട് കിട്ടും. അതിനകത്ത് $10,000 കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നല്ലതായിട്ട് ട്രേഡ് ചെയ്ത് പഠിച്ചിട്ട് റിയൽ മണി വെച്ചിട്ട് ട്രേഡ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ടെൻഷനും വേണ്ട. ഞാൻ പറയുന്ന പെട്ടെന്ന് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ. പിൻ കമന്റിനകത്തുണ്ട്, ഡിസ്ക്രിപ്ഷനകത്തും ഉണ്ട്. എൻ്റെ ലിങ്ക് വഴി ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് എക്സ്ട്രാ ബെനിഫിറ്റ്സും കിട്ടും. ഞാൻ ക്യാമറയുടെ ബാറ്ററി മാറിയിട്ടുണ്ട്. അതിന് എക്സ്ട്രാ 5 മിനിറ്റ്സ് കൊടുക്കുക. അതിനൊരു സെൻസും ഇല്ല, എന്നാലും എപ്പോഴും ചെയ്ത് വരുന്നതുകൊണ്ട് ചെയ്യുക. അപ്പം 3:28 4:20 വരെ സമയമുണ്ട്. ചെറിയ ബർഗർ പിടിക്കുകയാണ്. നല്ല ആവശ്യത്തിന് പിടിച്ചു, ഒറ്റയടിക്ക് പിടിച്ചു. നല്ല വെള്ളം, നല്ല വെള്ളം. വെള്ളത്തിന് ടേസ്റ്റാണ്. കലോറിയുള്ള വെള്ളം. ഈ വെള്ളത്തിനകത്ത് കലോറി കാണാം. എല്ലാ ഐറ്റം കൂടി 13 ഐറ്റം ഉണ്ട്. സോസ് കൂട്ടുന്നില്ല. സോസ് കൂടെ കൂട്ടണം. സോസ് കൂട്ടുന്നില്ല. ഫുള്ള് തീർന്ന മക്ഡൊണാൾഡ് അങ്കിൾ വിളിക്കൂ. അങ്കിളൊക്കെ കുഴി പോയതാണ് എൻ്റെ ഓർമ്മ. കുറച്ച് സ്പീഡ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. 3 മിനിറ്റ് ആയി. നമ്മൾ തേർഡ് ബർഗർ 9 മിനിറ്റ് ആകാൻ പോകുന്നു. തേർഡ് ബർഗർ തീർന്നിട്ടില്ല. ചിന്തകളിൽ അലിഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു. 3ാമത്തെ ബർഗർ എത്തിയിട്ട് ഫുഡിനായിട്ടുള്ള കലിപ്പ് കൂടുവാണ്. കഴിക്കാൻ പറ്റുക. സേഫ് അല്ല സജിയേട്ടാ. സേഫ് അല്ല സജിയേട്ടാ. 3ാമത്തെ തീർന്നു. അങ്ങനെ വരിക്കുക. അപ്പൊ എങ്ങനെ പോകുന്നു? പ്രൈസിലെത്തിയ 3 ബർഗറാണെന്ന് തോന്നുന്നു മാക്സ് ലിമിറ്റ്. 3 ബർഗർ കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ച് തളരരുത്. ഒരു ഡംബല് കിട്ടും. കൂടെ വർക്കൗട്ട് ചെയ്ത് കാലറി ബേൺ ചെയ്യാനാണ്. അപ്പം 3 ബർഗറും ഈ മെക്പഫും ഉണ്ട്. ഞാൻ ഹൃദയം തുറന്നാണ് ചെയ്യുന്നത്. ഇത് ഫുള്ളും കഴിക്കുക. പിന്നെ 2 ഐറ്റം കൂടി ഹാഫായി. ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കാതെ. മുഖം ഫുള്ളും മാറി, ഗാംഭീര്യം മാറി. ഇപ്പൊ ഒരു മ്ലാനതയിലെത്തിയിട്ടുണ്ട്. പൈസ തീർന്നിട്ടില്ല. ഒറ്റടിക്ക് കയ്യിലോട്ട് വായനോട്ട്. നോർമലി ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്ത് ചെറിയ പാക്കറ്റ് ഒറ്റടിക്ക് തീരും. വലുത് പോലും ചെറുതായിട്ട് തോന്നും. ഇത് കഴിച്ചിട്ട് തീരുന്നില്ല. ഇപ്പൊ 4 ഐറ്റം നിന്നിട്ടുണ്ട്. 3 ബർഗർ, 1 ഫ്രഞ്ച് ഫ്രൈ. ഇപ്പൊ ചിക്കൻ തീർത്തോണ്ടിരിക്കും. 2000 നഷ്ടം. പറ്റും. ടൈം എടുത്ത് സമയത്തുള്ള സമയമുണ്ടല്ലോ. 3:33. ടൈം എടുക്ക്. ഇത്ര അരമണിക്കൂർ ഇനിയില്ലേ? ഇത് ഫുള്ള് കഴിച്ചാൽ മാത്രം മതി 5000. വേറെ ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്യണ്ട. ടൈം എടുക്കുക. ഒറ്റയ്ക്ക് കഴിക്കണ്ട. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. നമുക്ക് സമയമുണ്ടല്ലോ. വേണ്ട, വയ്യ. കാരണം വെച്ചാൽ പറ്റൂല. അത് 2000 എനിക്ക് തരേണ്ടി വരും. തരാന്നാ? എനിക്ക് 2000 വേണമെന്നില്ല. ഒന്ന് സമയം എടുക്കും. കുറച്ച് 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യും. പറ്റൂല. സോറി, ഐ ക്യാൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തേ. വെറുതെ വെയിറ്റ് ചെയ്താലും പറ്റില്ല. ഇവിടം വരെ ആയി. ബർഗർ 2000 രൂപ തരേണ്ടി വരും. 2000 രൂപ തരാം. തരാന്നാ? ആദ്യമായിട്ട് ഒരാളെ നോക്കുന്നത്. ഞാൻ 2000 എനിക്ക് തരേണ്ടി വരും. ഫുഡിന്റെ പൈസ കുഴപ്പമില്ല, പക്ഷെ ഫുഡ് വീട്ടിൽ കൊണ്ടുപോകുന്നത് ആയിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ മെക്ഡോണൽസ് ചാലഞ്ച് ഫെയിലിയറിൽ നിൽക്കുവാണ്.
മെക്ഡോണൾഡ്സ് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ പറ. ചേട്ടൻ്റെ കയ്യിൽ നിന്ന് 2000 മേടിക്കണേ നിങ്ങൾ കമൻസിൽ പറയൂ. ഞാൻ നമ്പർ മേടിച്ചേക്കാം. മേടിക്കുമെന്ന് പറഞ്ഞാൽ മേടിക്കും. തരാൻ പോകുമായിരുന്നു, ഇപ്പം ഞാൻ നിർത്തി വെച്ചിരിക്കുക. നിങ്ങൾ പറഞ്ഞെനിക്ക് മേടിക്കും. ബാക്കി വീട്ടിൽ കൊണ്ടുപോയി. താങ്ക് യു. ശരി, നൈസ് മീറ്റിംഗ്.